ദിർഹത്തിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ നാട്ടിലേക്ക് പണം അയക്കാനുള്ള തിരക്കിൽ പ്രവാസികൾ. രൂപയുടെ മൂല്യം കുറഞ്ഞാൽ നാട്ടിലേക്ക് കൂടുതൽ തുക അയക്കാമെന്നതാണ് പ്രവാസികൾക്ക് ആശ്വാസമാകുന്നത്. ദിർഹത്തിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടുകൂടി നാട്ടിലേക്ക് പണം അയക്കാനുള്ള തിരക്കിലാണ് പ്രവാസികളൊക്കെ. രൂപയുടെ മൂല്യം കുറഞ്ഞാൽ നാട്ടിലേക്ക് കൂടുതൽ തുക അയക്കാമെന്നതാണ് പ്രവാസികൾക്ക് ഏകാശ്വാസം. നിലവിൽ രൂപ ദിർഹത്തിനെതിരെ 26.23 രൂപ എന്ന പുതിയ താഴ്ന്ന നിരക്കിലാണ് എത്തിയിരിക്കുന്നത്. ഇതുതന്നെയാണ് പ്രവാസികൾക്ക് പണം അയക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ദിർഹത്തിന് 26.08 രൂപ എന്ന നിലവാരത്തിലേക്ക് കൂപ്പുകുത്തിയ ഇന്ത്യൻ രൂപയുടെ മൂല്യം വീണ്ടും ഇടിയുകയാണ്. മുൻ ദിവസത്തെ 26.19 രൂപയിൽ നിന്നാണ് രൂപയുടെ മൂല്യം വീണ്ടും കുറഞ്ഞത്. പല കുടുംബങ്ങളും തങ്ങളുടെ പണമയക്കൽ നടപടികളിൽ പല ഘട്ടങ്ങളിലായി തിരഞ്ഞെടുക്കുകയാണെന്ന് എക്സ്ചേഞ്ച് ഹൗസുകൾ പറയുന്നുണ്ട്. അതായത് നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം ഇപ്പോൾ അയക്കുകയാണ് പ്രവാസികൾ. വിനിമയ നിരക്കിൽ കൂടുതൽ മാറ്റങ്ങൾ വന്നാൽ പ്രയോജനപ്പെടുത്താനായി ബാക്കി തുക മാറ്റിവെക്കുകയുമാണ് ഇവർ ചെയ്യുന്നത് എന്ന് എക്സ്ചേഞ്ച് ഹൗസ് വൃത്തങ്ങൾ പറയുന്നുണ്ട്. രൂപയുടെ മൂല്യം ഇടിയുന്നത് ഇന്ത്യയിലെ സാമ്പത്തിക മേഖലയ്ക്കും ഇറക്കുമതിക്കും വലിയ തിരിച്ചടിയാണ്. അതേസമയം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണമയക്കുന്ന പ്രവാസികൾക്ക് ഇത് തീർത്തും ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ രൂപയുടെ മൂല്യം ഇടിയണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പ്രവാസികൾ. നിലവിലെ ഉയർന്ന വിനിമയ നിരക്ക് പരമാവധി പ്രയോജനപ്പെടുത്താനാണ് പ്രവാസികളുടെ നീക്കം. അതേസമയം രൂപ കൂടാതെ മറ്റ് ഏഷ്യൻ കറൻസികളിലെല്ലാം മൂല്യത്തിൽ ഇടിവുണ്ടായിരിക്കുകയാണ്. ഫിലിപ്പീൻ പെസോ, പാകിസ്ഥാൻ രൂപ എന്നിവയെല്ലാം സമീപകാലത്തെ ഏറ്റവും താഴ്ന്ന നിരക്കുകൾക്കടുത്താണ് വ്യാപാരം നടക്കുന്നത്. വരും ദിവസങ്ങളിലും രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് വിനിമയ നിരക്കിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. യുഎസ്-ഇറാൻ സംഘർഷത്തിന് പുറകെ രൂപയുടെ മൂല്യത്തിൽ വലിയ ഇടിവ് സംഭവിക്കുകയും ദിർഹത്തിന് 25.80 എന്ന നിലയിലേക്ക് വിനിമയ നിരക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.